സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടാവുമെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഇനി കാണാത്തവർ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണണം. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. ഇത് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ്. കനകച്ചിലങ്ക എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ലൈവ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ താളവും മേളവും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് കുറച്ച് കഥകളും നല്ല രസകരമായിട്ടുള്ള ഒരു കാട്ടിലൊരു ഉത്സവം നടക്കുന്ന, അതായത് കലോത്സവം നടക്കുന്നതിനെ പറ്റിയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു വിവരണമാണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞരിപ്രാവ് നാട്ടിൽ വന്ന് നാട്ടിലുള്ള കാടരക് സ്കൂളിൽ ഒരു കലോത്സവം നടക്കുന്നു. അപ്പോൾ കുട്ടികൾ പാട്ടുപാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞരിപ്രാവിന് കൊതിയായി. കുഞ്ഞരിപ്രാവ് കാട്ടിൽ പോയിട്ട് പറയാണ് രാജാവിനോട്, സൂചിക്കൊമ്പനോട് പറയാണ്, നമുക്കും ഒരു ഉത്സവം നടക്കണമെന്ന്, കാനനോത്സവം നടത്തണമെന്ന്. അങ്ങനെ നടത്താൻ തീരുമാനിച്ചു. കാനനോത്സവം. അപ്പം എല്ലാവരും എന്ത് ചെയ്തു? പരിപാടിക്കൊക്കെ പങ്കെടുക്കണം എന്നും പറഞ്ഞ് നമുക്ക് എന്ത് തയ്യാറാക്കണം? ഒരു നോട്ടീസ് തയ്യാറാക്കണം. എന്ത് തയ്യാറാക്കണം? ഒരു നോട്ടീസ് തയ്യാറാക്കണം. എങ്ങനെയാ നോട്ടീസ് തയ്യാറാക്കുക? പരിപാടി നടക്കുന്നുണ്ട്, എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് നമുക്ക് തയ്യാറാക്കാം അല്ലേ? പരീക്ഷാ ചോദ്യമാണ്. എന്താണ്? പരീക്ഷാ ചോദ്യമാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞു തരാം. നോക്കൂ എങ്ങനെയാ തയ്യാറാക്കാന്ന്. പ്രിയരെ, നമ്മുടെ കാട്ടിൽ ഈ വരുന്ന 10-ാം തീയതി എന്ത് നടക്കുകയാണ്? നമ്മുടെ കാട്ടിൽ ഈ വരുന്ന 10-ാം തീയതി കാനനോത്സവം സംഘടിപ്പിക്കുകയാണ്. വിവിധ കലാപരിപാടികളാൽ മാറ്റുരയ്ക്കപ്പെടുന്ന ഈ ഉത്സവത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പ്രോഗ്രാം കൺവീനർ ചിന്നക്കുയിൽ ചിന്നക്കുയിലാണ് നമ്മുടെ പ്രോഗ്രാം കൺവീനർ. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടൊരു പോസ്റ്റർ എഴുതുകയാണ്. നമ്മുടെ കാട്ടിൽ ഈ വരുന്ന 10-ാം തീയതി കാനനോത്സവമുണ്ട്, അതിൽ കലാപരിപാടികൾ മാറ്റുരയ്ക്കുന്ന ഈ ഉത്സവത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു എന്നല്ലേ. ആരാണ് പ്രോഗ്രാം കൺവീനർ? ചിന്നക്കുയിലാണല്ലേ. ചിന്നക്കുയിലാണ് നമ്മുടെ പ്രോഗ്രാം കൺവീനർ. പിന്നെയോ പ്രധാന പരിപാടി എന്താന്നും കൂടെ കൊടുക്കണം. നോക്കണേ, പ്രധാന പരിപാടി എന്താ? പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് കുഞ്ഞിക്കുരുവിയാണ് കേട്ടോ. കുഞ്ഞിക്കുരുവി അധ്യക്ഷം വഹിക്കുന്നു. ഉദ്ഘാടനം നമ്മുടെ രാജാവ് തന്നെയാ ചെയ്യുന്നത്, സൂചിക്കൊമ്പൻ രാജാവ്. പിന്നെയോ ഈ കാര്യം പറഞ്ഞ കുഞ്ഞരിപ്രാവല്ലേ ഇങ്ങനൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞത്. ആ കുഞ്ഞരിപ്രാവിനെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട്. രാജാവ് കുഞ്ഞരിപ്രാവിനെ അനുമോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, കുഞ്ഞരിപ്രാവിനെ അനുമോദിക്കുന്ന ചടങ്ങ്. പിന്നെ പരിപാടിയിൽ ആശംസകളൊക്കെ പറയുന്നത് ആരാ? നമ്മുടെ മന്ത്രിയായ മൈലമ്മ, അതുപോലെ കരുത്തൻ പരുന്ത്, സുന്ദരിക്കാക്ക, അവരൊക്കെ ആശംസകൾ പറയുന്നുണ്ട്. പിന്നെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഒരു നന്ദി പറയൂലേ. കുഞ്ഞിക്കുറുക്കൻ, കാട്ടിലെ കുഞ്ഞിക്കുറുക്കനാണ് നന്ദി പറയുന്നത്. അപ്പം ഇക്കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായില്ലേ? ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. അതിനുശേഷം നമുക്ക് അവസാനം എഴുതാം. സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറുന്നു അല്ലേ. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് പാട്ടും ഡാൻസും കഥ പറയലും മറ്റേ മത്സരവും എല്ലാ പരിപാടികളും അല്ലേ. ഫാഷൻ ഷോ ഒക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. പക്ഷെ ടീച്ചർ ഒന്നിച്ചെഴുതി സാംസ്കാരിക പരിപാടി, അതായത് ഉദ്ഘാടന പ്രസംഗവും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം എന്ത് നടത്തുന്നു എന്നെഴുതാം. വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറുന്നു എന്നെഴുതാം. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷാ ചോദ്യമാണ്. എൻ്റെ മക്കൾ എന്താക്കുക? എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ചോദ്യവുമായിട്ട് വരാം. ഇപ്പം ടീച്ചർ പോവാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.